ഫാത്തിമ ഫാത്തിമ എന്ത് എൻ്റെ അടുത്ത് വരണ്ടാന്ന് പുതിയ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പുതിയ ആര്? ഇതിൻ്റെ അടിയൊക്കെ കയ്യാറായല്ലോ. എനക്കെന്തെങ്കിലും ബിംബിഷ്ടമുണ്ടോ? വിമ്മിഷ്ടോ? എന്ത് വിമ്മിഷ്ടം? അതല്ല വീട്. ഈ മാനാരാ വരച്ചത്? മാൻ അബിയ ആയിരിക്കും, എനിക്കറിഞ്ഞൂടാ. എന്തിനാ ഫാത്തിമ എന്നോട് നുണ പറയുന്നത്? ഇതാരാ ഈ ആണുമാൻ? ഈ ആണുമാൻ ഞാനാ? എനിക്കറിഞ്ഞൂടാ. ഞാനല്ലേ? ഈ ഓനോട് പോയി പറ ഇവിടെ വലിയ കലാപ്രവർത്തനം ഒന്നും വേണ്ടാന്ന്. വല്ല പച്ചശം പൊടിച്ചിട്ട് വീട്ടിൽ പോയിക്കൊള്ളാൻ പറയും. ആ വണ്ടി എവിടെ എടുക്കണേ? നമ്മുടെ ഇലിയാസിന്റെ പറമ്പില്. എന്നാ ഈ ഇവനെയും കൂട്ടി ചെന്ന് നോക്ക്. ഓന് വണ്ടിപ്പണിയൊക്കെ അറിയാന്ന്. വണ്ടിപ്പണിയോ? ആ ഓനാ? ഞാൻ ഓട്ടോമിലൊക്കെ പഠിച്ചാണിക്ക. കുറച്ചേരം ആ ജോലിക്കൊക്കെ പോയിട്ടുണ്ട്. ജെസിന്റെ പണി അറിയാം. എന്നാ ഇവിടെ ഒരു വർക്ക്ഷോപ്പ് ഇടറാ. ഞങ്ങളൊക്കെ അവിടെ കിടന്ന ഇടങ്ങാറാവാണ്. ഇല്ലടാ ഓ ഈ പെരുമാനിയോട് കൂടിക്കോ. എന്തേ വരി. ഈ വലിയ കലാകാരനാണല്ലേ? എന്തൊക്കാ? ഈ വലിയ കലാകാരനാണല്ലേന്ന്? ഹേയ് അങ്ങനൊന്നുമില്ല. എന്റെ മാന്റെ പടം നമ്മള് കണ്ട്. ആ അത് വെറുതെ രസത്തിന്. എനിക്കത് അത്ര രസമായിട്ട് തോന്നിയില്ല. എന്തൊക്കാ? എന്റെ പടേ മാന്റെ അതവിടെ വേണ്ട, മനസ്സിലായോ? എന്നാ ഞാൻ ആ മാന്റെ പടം മാറ്റിട്ട് ഒരു കരടി വരച്ചാലോ? എന്തൊക്കാ? ഇറങ്ങി പോവാ. ഇറങ്ങി. എന്താ ഉദ്ദേശിച്ചത്? എന്തൊക്കാ? വാ പോവാ. മോനെ, നിനക്ക് നിന്നെ പോലെ വലിയ കഴിവൊന്നുമില്ല. പാട്ടുപാടി മാന്റെ പറക്കാനോ മാന്റെ കൊമ്പ് പറക്കാനോ ഒന്നും എനിക്കറിഞ്ഞൂടാ. അതുകൊണ്ട് പെട്ടെന്ന് ഒരു ദിവസം നീ വന്ന് പാട്ടുപാടി മാന്റെ വരച്ച് എന്റെ പെണ്ണിന്റെ മുമ്പിൽ വലിയ ആളാകാനാ ഉദ്ദേശമെങ്കിലേ അത് നമ്മളെ സമ്മതിക്കൂല. ഇക്കാക്ക് സംശയരോഗാണ്. ഈ മോളും കൂടെ മുറിയുടെ അകത്ത് കൊമ്പ് പുറത്ത് കളിക്കുന്നത് അതൊരു പ്രശ്നമില്ല അല്ലേ? ഒരു പ്രശ്നമില്ല. എന്താന്ന്? എടാ, എന്റെ ടിപ്പറിന് ഒരു കുഴപ്പമില്ല. ഈ മോളും അവിടെ എന്ത് ചെയ്യുന്ന അറിയാൻ വേണ്ടിയിട്ട് വന്നാണ്. അപ്പൊ നമ്മൾ നേരിൽ കണ്ടല്ല. എന്നിട്ട് നിക്ക് സംശയരോഗം അല്ലേ? ഞാൻ ഓളും തമ്മിൽ ഒരു ഇടപാടുമില്ല. ഓളൊരു പാവാണ്. ഒരു ഓളെ ജീവിതം നശിപ്പിക്കരുത്. പെട്ടെന്ന് തന്നെ പോയിട്ട് ഡോക്ടറെ കാണിക്കേ. കല്യാണം ഒന്ന് കഴിയട്ടെ. ഡോക്ടറിനെ കാണാൻ പറ്റാത്ത അവസ്ഥയിലാക്കുവാനെ. സൈക്കോയോ അതോ സംശയരോഗോ? ഡാബി, എന്നോട് ദേഷ്യാണ്. ഏയ് എനിക്കെന്തിനാ നിന്നോട് ദേഷ്യം? മുജിക്കാനോട് പറഞ്ഞാലേ? ആ പറ. അങ്ങനെ ആകെ കിളി പോയി നടക്കാന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. ഇപ്പൊ ചികിത്സിച്ചാ നീ കഷ്ടപ്പെടണ്ട. എടാ, പക്ഷെ പറഞ്ഞാലും ഒരു കാര്യമില്ലടാ. പുറത്ത് പുള്ളി ഭയങ്കര മാന്യനാ. ഞാനിപ്പോ ഇത് പറഞ്ഞാണ്ടല്ല, മുജിക്ക ചിരിക്കുള്ളൂ, ആരും വിശ്വസിക്കൂല. എന്തായാലും ഞാനും നിന്റെ പണി തീർത്ത് പോലെ. നമ്മൾ തമ്മിൽ കാണാതിരുന്ന പിന്നെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. എനിക്ക് നല്ല പേടിയുണ്ട്. നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ജീവിതകാലം മുഴുവൻ ഇങ്ങനത്തെ ഒരു കിളീൻ്റെ കൂടെ ഞാൻ എങ്ങനെ? എൻ്റെ തങ്ങളെ റംലത്തനേക്കാൾ അപ്പുറാവൂലേ? ഇതിലിപ്പോ ഞാൻ എന്ത് പറയാനാ ഫാത്തി? എടാ അബി, ആ
ഞാൻ ഒരു കാര്യം പറഞ്ഞാ നീ കേക്കോ? പറ. നീ ഒന്നേ ഈ കല്യാണം ഒന്ന് മുടക്കി തരുമോ? എന്തോന്ന്? എടാ, എനിക്ക് വിശ്വസിച്ച് പറയാൻ വേറെ ആരും ഇല്ലാത്തോണ്ടാ. നീ ഇത് പോയി നിന്റെ മുജിക്കാട് പറയേ. നല്ല 2 ഗുളിക കഴിച്ചാൽ മാറാവുന്ന പ്രശ്നം ഇപ്പൊ അയാൾക്കുള്ളൂ. അതിന് ഞാൻ കയറി കല്യാണം മുടക്കേ. ശരി നന്ദി. എടാ അബി പ്ലീസ് എടാ. എടാ മുജീക്കനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, മനസ്സിലാവൂല. എനിക്ക് പേടിയാ ഫാത്തി. എന്തെങ്കിലും സംഭവിച്ചാ എന്റെ 2 ഉമ്മമാർക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. എന്തു പറ്റിയമ്മ? സാരമില്ലടാ, ചെറിയൊരു തലർക്കം പോലെ. മോനത് കാര്യാക്കണ്ട, പോയി കിടന്നോ. എടാ ഇങ്ങോട്ട് നോക്കി നിൽക്കാതെ പോയി വണ്ടി വിളിച്ചോണ്ട് വാടാ. ഉമ്മ മോനോട് പറഞ്ഞില്ലേ മരുന്ന് തീർന്നവര്? എന്താ ചിരിക്കുന്ന? അബി, നാളെ ഒരു MRI സ്കാൻ മസ്റ്റായിട്ട് ചെയ്യണം. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് നോക്കട്ടെ. സാർ അവരെ പേടിപ്പിച്ച് ഓടിക്കാൻ നോക്കുക. എനിക്കൊരു കുഴപ്പമില്ല. വാബി പോ. അത് തന്നേക്ക്, ഞാൻ നാളെ ചെയ്തോളാം. പിന്നെ പെട്ടെന്ന് ചെയ്യണം. ഗ്രോത്ത് ഉണ്ടോന്നൊരു സംശയം. ഗ്രോത്തോ? എന്നെ കൊണ്ട് ശല്യായില്ലേ? എന്താടാ? എടാ കുഞ്ഞാമിടയിൽ റെഡിയില്ല. മുജീബ് കൊടുക്കാനുള്ള കൂടെ തന്നെ സ്പോട്ടിൽ തരാന്നാ. എപ്പോ? ഫാത്തിയുടെ കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച മതിയാവോ? അത് പോരടാ. നാളെ തന്നെ ചെക്ക് ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞേ.